എല്ലാവർക്കും സൈലൻറ്റ് എഡ്യൂക്കേഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 2ാം യൂണിറ്റായ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട പഠന പ്രവർത്തനങ്ങളും ആശയങ്ങളുമാണ്. പാഠഭാഗത്ത് നൽകിയ ആദ്യ പ്രവർത്തനമായ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ചിക്കൻ ഗുനിയ, കോളറ, ടൈഫോയിഡ്, ക്ഷയം, മീസിൽസ് എന്നിവയാണ് പകരുന്ന രോഗങ്ങൾ. ഇനി പകരാത്ത രോഗങ്ങൾ: ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗങ്ങൾ, കിഡ്നി സ്റ്റോൺ, തിമിരം, ഹൈപ്പർ ടെൻഷൻ, അപസ്മാരം, ആസ്മ. ഇവയെല്ലാമാണ് പകരാത്ത രോഗങ്ങൾ. അടുത്തതായി രോഗകാരികളും അവ പരത്തുന്ന രോഗങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. രോഗകാരികൾ: ബാക്ടീരിയയുടെ പകരുന്ന രോഗങ്ങൾ: കോളറ, കുഷ്ഠം, ക്ഷയം, മീസിൽസ്, ടെറ്റനസ്, വില്യൻ ചുമ, ടോൺസിസ്, ലെറ്റിസ്, ആന്ത്രാക്സ്, പ്ലേഗ്, ന്യൂമോണിയ. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ: കോവിഡ്-19, പോളിയോമൈലൈറ്റിസ്, മുണ്ടിനീര്, ചിക്കൻ പോക്സ്, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, ഹെപ്പറ്റൈറ്റിസ്, പക്ഷിപ്പനി, 5ാം പനി, മീസിൽസ്, പേവിഷബാധ, എയ്ഡ്സ്. ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗങ്ങളാണ് വട്ടച്ചൊറി, കാൻഡിഡിയാസിസ്, ഹിസ്റ്റോപ്ലാസ്മോസിസ്, അസ്പെർജിലോസിസ് എന്നീ രോഗങ്ങൾ. അപ്പോൾ രോഗകാരികൾ ഏതൊക്കെയാണ്? ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. അടുത്തതായി രോഗങ്ങളും അവ പകരുന്ന വിധവും. ഏതെല്ലാം രീതിയിലാണ് രോഗങ്ങൾ പകരുന്നതെന്ന് നോക്കാം. ആദ്യമായി മണ്ണിലൂടെ പകരുന്ന രോഗങ്ങളാണ് വിരശല്യം, ടെറ്റനസ്, ഹെൽമിന്തിയാസിസ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയം, മീസിൽസ്, ചിക്കൻ പോക്സ്, കോവിഡ്-19, ഇൻഫ്ലുവൻസ. ജലത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, വയറിളക്കം, കോളറ, പോളിയോ. അടുത്തതായി രോഗാണുവാഹകരും അവ കൊണ്ടുവരുന്ന രോഗങ്ങളും. അതേതെല്ലാമെന്ന് നോക്കാം. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, മന്ത്, ചിക്കൻ ഗുനിയ, മലേറിയ, മഞ്ഞപ്പനി, സിക പനി. ഈച്ച പരത്തുന്ന രോഗങ്ങളാണ് ടൈഫോയിഡ്, ഡിസെൻട്രി, കോളറ. മനുഷ്യൻ പരത്തുന്ന രോഗങ്ങളാണ് കുഷ്ഠം, ചെങ്കണ്ണ്, എയ്ഡ്സ്. പക്ഷികളിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് പക്ഷിപ്പനി, ഹിസ്റ്റോപ്ലാസ്മോസിസ്, ഓർണിത്തോസിസ്. എലിച്ചെള്ള് എന്നിവയിൽ നിന്ന് പകരുന്ന രോഗങ്ങളാണ് ലെപ്റ്റോസ്പൈറോസിസ്, പ്ലേഗ്, ടൈഫോസ്. ഇതുപോലെ നിരവധി രോഗങ്ങളും അവ വഹിക്കുന്ന രോഗാണുക്കളുമുണ്ട്. പകർച്ചവ്യാധികൾ ജന്തുക്കളിൽ നിന്നുമുണ്ട്. അവ ഏതൊക്കെയാണെന്നും പട്ടികപ്പെടുത്താം. പക്ഷികളിൽ കാണുന്ന രോഗമാണ് പക്ഷിപ്പനി. പശു, ആട് എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് ആന്ത്രാക്സ്. നായ, പൂച്ച എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് പേവിഷബാധ. വവ്വാലിൽ നിന്നുമാണ് നിപ്പ എന്ന രോഗം ഉണ്ടായത്. കന്നുകാലികളിൽ കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ് കുളമ്പ് രോഗം. ജന്തുക്കളിൽ നിന്ന് എന്നതുപോലെ തന്നെ സസ്യങ്ങളിലും നിരവധി പകർച്ചവ്യാധികളുണ്ട്. അവ ഏതെല്ലാമെന്ന് നോക്കാം. സസ്യങ്ങൾ അവ പരത്തുന്ന രോഗങ്ങൾ: തെങ്ങിൽ നിന്നും കൂമ്പുചീയൽ എന്ന രോഗമുണ്ടാകുന്നു. നെല്ലിന് തവിട്ട് ഇലപ്പുള്ളി, പയർചെടിക്ക് മൊസൈക്ക് രോഗം, വാഴയ്ക്ക് കുറുനാമ്പ് രോഗം, തക്കാളി വാട്ടരോഗം, പച്ചക്കറികൾ പൂപ്പൽ എന്നിവയാണ് സസ്യങ്ങളിലുള്ള രോഗങ്ങൾ. അടുത്തതായി രോഗങ്ങളും അവയ്ക്കുള്ള വാക്സിനുകളും നമുക്കൊന്ന് പട്ടികപ്പെടുത്താം. ആദ്യമായി BCG വാക്സിൻ. ക്ഷയരോഗത്തിന് ഉപയോഗിക്കുന്ന വാക്സിനാണ് BCG. പോളിയോ രോഗത്തിന് OPV. ഹെപ്പറ്റൈറ്റിസ് B എന്ന വാക്സിനാണ് മഞ്ഞപ്പിത്തത്തിനായി ഉപയോഗിക്കുന്നത്. FIPV ആണ് പോളിയോ രോഗത്തിന് ഉപയോഗിക്കുന്ന വാക്സിൻ. RVV ഡയറിയ എന്ന രോഗത്തിന് ഉപയോഗിക്കുന്നു. ന്യൂമോണിയ, മെനിഞ്ചറ്റിസ്, രക്തത്തിലെ അണുബാധ എന്നിവയ്ക്കായി PCV വാക്സിനാണ് ഉപയോഗിക്കുന്നത്. MR മീസിൽസ്, റുബെല്ല,
എന്നീ രോഗങ്ങൾക്ക് MR വാക്സിനാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.